ഇരിട്ടി മൂലോത്തുംകുന്ന് കൈരാതി കിരാത ക്ഷേത്രം ചുമർ ചിത്രങ്ങളാൽ അലങ്കരിക്കുന്ന ചടങ്ങിന് തുടക്കം. ചിത്രാരംഭം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയോടെ ചിത്രപ്രവൃത്തിക്ക് തുടക്കമായി. പരമ്പരാഗത രീതിയിൽ പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ ക്ഷേത്ര ചുമരിൽ ആലേഖനം ചെയ്യുക. കേരളീയ ചുമർ ചിത്ര കലാരംഗത്ത് 2 ദശാബ്ദത്തിലേറെയായി പ്രവർത്തിക്കുന്ന കോഴിക്കോട് ചിത്രസോപാനം ആർട്ട് ഫൗണ്ടേഷനാണ് ചുമർ ചിത്രങ്ങളുടെ വര ഏറ്റെടുത്തിരിക്കുന്നത്. ചുമർ ചിത്രകാരൻ ശശി എടവരാട് നേതൃത്വം നൽകും. ചിത്രാരംഭം ചടങ്ങിൽ വാരണാസി ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി ഉദ്ഘാടനം നിർവഹിച്ചു. ധന്യമായ ഈ മുഹൂർത്തത്തിൽ അതിവിശിഷ്ടമായ ചിത്രോപാസനയ്ക്ക് നേതൃത്വം നൽകുന്ന ആചാര്യൻ കലോപാസകർക്കും ഈ ഭവ്യമായ ദേവതാ സങ്കേതത്തിൻ്റെ കാര്യകർത്താക്കൾക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഓം നമോ നാരായണപൂർവകമായ നമസ്കാരം. ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ നമ്മുടെ അനുഷ്ഠാന പദ്ധതിയെ 3 തലങ്ങളിലായിട്ട് നമുക്ക് കാണാം. ഒന്ന്, നമ്മൾ നേരിട്ട് ആ ദേവതോപാസനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, ആചരണങ്ങൾ, തന്ത്രശാസ്ത്രത്തിൻ്റെ ഭിന്നമായിട്ടുള്ള വിധികൾക്കനുസരിച്ച് നേരിട്ട് നിർവഹിക്കുന്നത്. അതിൻ്റെ മറ്റൊരറ്റത്ത് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളെല്ലാം തന്നെ ദേവതോപാസനയായി മാറുന്നത്. പ്രത്യേകിച്ച് ഒരു അനുഷ്ഠാനത്തിൻ്റെ പദ്ധതിയല്ലാതെ ഓരോ നിമിഷവും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭൗതികമായ ആ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൗതികമായ എല്ലാ വ്യവഹാരങ്ങളും ദേവതോപാസനയുടെ അംഗങ്ങളായിട്ട് മാറുന്ന ഒരു ഇതിന് രണ്ടിനും മധ്യത്തിലുള്ള ഒരവസ്ഥയാണ് കല കൊണ്ട് ദേവതോപാസന ചെയ്യുക. കലയെ ദേവതോപാസനയുടെ ഭാഗം തന്നെയായിട്ടാണ് ഭാരതത്തിലെ പൂർവാചാര്യന്മാർ കണ്ടത്. ക്ഷേത്രം രക്ഷാധികാരി വത്സൻ തില്ലങ്കേരി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. എത്ര മഹത്തരമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമാർന്ന രീതിയിൽ തന്നെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. മാഷുമായുള്ള കൂടിക്കാഴ്ച എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോൾ ആഗ്രഹിക്കായിരുന്നു. ഭഗവാന്റെ നിയോഗം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത്. ഏതായാലും നമ്മുടെ ഈ ക്ഷേത്ര സങ്കേതം 25 വർഷം മുമ്പ് കാടുമൂടി കിടന്നൊരു സ്ഥലമായിരുന്നു. ആരും തിരിഞ്ഞു നോക്കാത്ത കാടുമൂടി കിടന്ന ഈ സ്ഥലം ഇന്നിപ്പോൾ കാണുന്ന നിലയിലുള്ള ഒരു ആധ്യാത്മിക കേന്ദ്രമായി മാറിയത് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കണ്ണാലെ കണ്ട കാര്യമാണ്. നമ്മുടെ ശാസ്ത്രമനുസരിച്ച് പ്രതിഷ്ഠിതമായ ചൈതന്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ബാഹ്യമായ ക്ഷേത്ര ശരീരം ഇല്ലാതായാലും എന്നതിൻ്റെ സാക്ഷ്യപത്രമായി ഇവിടെ ക്ഷേത്രം ഉയർന്നു വന്നു. ഇന്നിപ്പോൾ നമ്മുടെ ഈ മലയോര മേഖലയുടെ ആധ്യാത്മിക ശ്രദ്ധാകേന്ദ്രമായി മാറി. ചിത്രകാരൻ ശശി എടവരാട്, മണിപ്പാൽ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ അഖിൽ രാജ്, ഡോക്ടർ ജയറാം ശിവറാം, ക്ഷേത്രം പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ, സെക്രട്ടറി എ പത്മനാഭൻ എന്നിവർ സംബന്ധിച്ചു. ചുമർ ചിത്രങ്ങൾ തയ്യാറാക്കുന്നവരെ പരിപാടിയിൽ ആദരിച്ചു. ഏജനറ്റ് ന്യൂസ്, ഇരിട്ടി. പക്ഷെ ഇവിടെ നമ്മളൊരു പുതിയ ശബ്ദം കൂടി പരിചയപ്പെടുകയാണ്. ചിത്രാരംഭം. പൂർവ്വകാലത്ത് ചിത്രാരംഭം എന്നൊരു ചടങ്ങ് ഉണ്ടായിരിക്കും. പക്ഷെ കാലങ്ങൾ കൊണ്ട് ഈ ചിത്രാരംഭം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. 2018 ചൊവ്വല്ലൂർ ക്ഷേത്രത്തിൽ ചിത്രം വരയ്ക്കുന്ന സമയത്താണ് ആദ്യമായി ചിത്രാരംഭം എന്ന് പറയുന്ന ഒരു ചടങ്ങ് വളരെ ലളിതമെങ്കിലും നമ്മൾ നടത്തിയത്. അന്ന് പൂർണ്ണമായിട്ടും ഇതിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ചിത്രാരംഭത്തിൻ്റെ. എന്നാൽ ചിത്രത്തിൻ്റെ സമർപ്പണം, അതിന് നേത്രോന്മീലനം എന്നാണ് പറയുന്നത്. അതിൻ്റെ പദ്ധതികൾ പല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നാരദ ശില്പശാസ്ത്രം, അതുപോലെ തന്ത്രസമുച്ചയം, ഇതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ ചിത്ര സമർപ്പണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിത്രാരംഭം എന്താണ്, അതിൻ്റെ ചടങ്ങുകൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇന്നും നമുക്ക് രേഖാപരമായിട്ട് ഒരു അറിവുമില്ല. ചിത്രാരംഭം എന്നുള്ള വാക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന് ഒരു ഉപാസന പദ്ധതി, ചിത്രാരംഭം എങ്ങനെ തുടങ്ങണം, അതിൻ്റെ ഘട്ടങ്ങൾ എങ്ങനെ വേണം, അതുപോലെ എങ്ങനെ സമർപ്പിക്കണം, ഇത് ശിഷ്യർക്ക് എങ്ങനെ ഉപദേശിക്കണം, ഗുരുവിനെ എങ്ങനെ ആദരിക്കണം, ചിത്രത്തിന്റെ ഓരോ വർണ്ണത്തിന്റെയും അതിന്റെ ദേവതയെ നമ്മൾ എങ്ങനെ സങ്കല്പിക്കണം, ചിത്രത്തിന്റെ ചിത്രദേവതയെ ദേവിയെ എങ്ങനെ നമ്മൾ ആരാധിക്കണം, ഇതിനൊക്കെയുള്ള ഒരു പൂർണ്ണമായ പാഠ്യപദ്ധതി കൂടി നമ്മൾ ഇന്ന് ഈ ഒരു ചടങ്ങോടൊപ്പം
സ്വാമിജിക്ക് സമർപ്പിക്കുന്നുണ്ട്.